പത്തനംതിട്ട ചിറ്റാറിൽ മരം കടപുഴകി വീണു. വീടിന് മുകളിലേക്കാണ് വൻമരം കടപുഴകി വീണത്. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിനും കേടുപാട് സംഭവിച്ചു. ജില്ലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഇപ്പോഴും മഴ തുടരുകയാണോ? ഇപ്പോൾ ആ വീടിന്റെ നില എങ്ങനെയാണ്? വിവരങ്ങൾ. പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ കുറച്ചു സമയം മഴയുണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ചും നഗരമേഖലകളിലും വനമേഖലകളിലും മലയോര മേഖലകളിലും മഴ ശക്തമാണ്. നിലവിൽ ചിറ്റാറ്, കോന്നി, റാന്നി എന്നീ ഭാഗങ്ങളിലെല്ലാം തന്നെ പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചിത്രങ്ങൾ അനുസരിച്ച് ചിറ്റാറിലെ വീട്ടിലേക്കാണ് മരം കടപുഴകി വീണ്ടിരിക്കുന്നത്. ഇവരുടെ സംരക്ഷണ ഭിത്തിയും ഭിത്തികളിലെല്ലാം തന്നെ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇവരുടെ വീടിന് മുറ്റത്തുണ്ടായിരുന്ന ബൊലേറോ കാറിലേക്ക് കൂടെ മരം കടപുഴകി വീണതിനാൽ വണ്ടിക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതല്ലാതെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മരം കടപുഴകി വീണതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോന്നി, മലയോര മേഖലകളായ കോന്നി, റാന്നി എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനമായും കോന്നി മയ്യാലിലെ 86 അംഗൻവാടിയുടെ മുകളിലേക്ക് കുറച്ചു നേരം മുൻപ് മരം ഒടിഞ്ഞു വീണിരുന്നു. ഭാഗ്യവശാൽ ആ സമയത്ത് ആയയും ടീച്ചറും 3 കുട്ടികളും മാത്രം ഉണ്ടായിരുന്നു. തന്നെ വലിയൊരു ശരി ഹാൻസ്, പത്തനംതിട്ട ചിറ്റാറിലാണ് മരം കടപുഴകി വീണത്. വീടിന് മുകളിലേക്കാണ് വൻ മരം കടപുഴകി വീണത്. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിനും കേടുപാടുണ്ടായി. ആ വിവരങ്ങളാണ് ഹാൻസ് നൽകിയത്.